ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആങ്സൈറ്റി എന്നതാണ്. ഇന്നത്തെ ഒരു ബിസി വേൾഡിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ആങ്സൈറ്റി. ആ ആങ്സൈറ്റിയെക്കുറിച്ച് എനിക്കറിയുന്ന അറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു സ്പേസിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്താണ് ആങ്സൈറ്റി? എല്ലാവരും അനുഭവിക്കുന്നതാണ്. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നത് ആങ്സൈറ്റി എന്നതൊരു അൺഈസി മെൻ്റൽ സ്റ്റേറ്റാണ്. എന്തിനെക്കുറിച്ചുള്ള മെൻ്റൽ സ്റ്റേറ്റ്? വരാനിരിക്കുന്ന ഒരു ഡേഞ്ചർ സിറ്റുവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ഇൽ സിറ്റുവേഷനെ കുറിച്ചുള്ള അൺഈസി മെൻ്റൽ സ്റ്റേറ്റ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലോട്ട് പോകുമ്പം ആ ഒരു വ്യക്തിക്ക് തന്നെ ബ്ലോക്ക്ഡ് ആയ പോലെ തോന്നും. മറ്റുള്ളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തോന്നും. ആ ഒരു അവസ്ഥയിലെത്തുമ്പം ഒരു പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആ വ്യക്തിക്ക് കഴിയാതെ വരും. അതാണ് ആങ്സൈറ്റി. പക്ഷേ അതൊരു ഇമാജിനറി സ്റ്റേറ്റാണ്. നമ്മുടെ മൈൻഡ് തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഇമാജിനറി സ്റ്റേറ്റ്. എൻ്റെ മെൻറ്റർ, എൻ്റെ ഗൈഡ്, എന്നെ ഈ ഒരു നിലയിലെത്തിച്ച ആ ഒരു പേഴ്സൺ എപ്പോഴും എന്നോട് പറയും, ഡോണ്ട് യൂസ് യുവർ മങ്കി മൈൻഡ്. യെസ്, ആ ഒരു മങ്കി മൈൻഡാണ് ഈ ആങ്സൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി എങ്ങനെ ആങ്സൈറ്റീനെ ഓവർകം ചെയ്യാം? ബേസിക്കലി ആങ്സൈറ്റീനെ ഓവർകം ചെയ്യാൻ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അവെയർ ആയിട്ട് ഇരുന്നാൽ മതി. നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ മതി. അതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി മറ്റൊരു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, എങ്ങനെയൊക്കെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്താൽ മതി. നല്ല നല്ല മ്യൂസിക് കേൾക്കുക, ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക, ഒന്ന് നടക്കാൻ പോവുക, നേച്ചറിലോട്ട് ഇറങ്ങുക, ആ നേച്ചറിനെ നമ്മൾ എൻജോയ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആവുക, നാളെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക, ഇന്നത്തെ മൊമെൻറ്റിൽ ജീവിക്കുക, ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക, ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്തെടുക്കുക, ഒരു സെൽഫ് പാഷൻ, സെൽഫ് ലവ്, സെൽഫ് കമ്പാഷൻ ബിൽഡ് ചെയ്തെടുക്കുക. വരാനിരിക്കുന്നത് വരട്ടെ, നേരിടാൻ ഞാൻ റെഡിയാണെന്നുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആങ്ഷ്യസ് ആവില്ല. ആങ്സൈറ്റിയും സ്പിരിച്വാലിറ്റിയും ഇതെന്താ ഇവൻ സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? യെസ്, നമ്മളൊക്കെ ഈ സ്പിരിച്വൽ പാത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കേട്ട ഒരു അഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലരും എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. അതെ, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും മുന്നിൽ സംഭവിച്ചതും ഇനി നാളെ സംഭവിക്കാനിരിക്കുന്നതൊക്കെ എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ സോളിൻ്റെ എവല്യൂഷന് വേണ്ടിയുള്ളതാണ്. എൻ്റെ സോള് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആ ഒരു തോട്ട് പ്രോസസ്സിലല്ലേ നമ്മളൊക്കെ സ്പിരിച്വൽ ജേണിയിൽ വന്ന്, നമ്മളൊക്കെ സ്പിരിച്വൽ പാത്തിലെത്തിയപ്പോഴും നമ്മളൊക്കെ ഗൈഡ് ചെയ്തവരും നമ്മളോട് പറഞ്ഞു തന്നവരൊക്കെ പറഞ്ഞത് അങ്ങനെയല്ലേ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ആങ്സൈറ്റി എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു ഇമ്പെൻഡിങ് സ്റ്റേറ്റിനെ കുറിച്ചുള്ളൊരു ബാഡ് ഫീലിംഗ് ആണ്. നമ്മൾ സ്പിരിച്വൽ പാത്തിലെത്തിയപ്പോൾ എല്ലാവരും നമ്മളോട് പറഞ്ഞു, വരാനിരിക്കുന്നതൊക്കെ നമ്മുടെ സോളിൻ്റെ ഹയ്യസ്റ്റ് ഗുഡിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ സോളിൻ്റെ ഹയ്യസ്റ്റ് ഗുഡിന് വേണ്ടിയുള്ളൊരു കാര്യം അതെങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആവുന്നത്, അതെങ്ങനെ ഒരു ഇൽ സിറ്റുവേഷൻ ആവുന്നത്, അതെങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻ ആവുന്നത്? ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ നമ്മുടെ സോളിൻ്റെ നല്ലതിന് വേണ്ടിയാണ്. നമ്മൾ പേടിയോടെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യം ഒരു മോശം കാര്യമാണെന്ന് ആലോചിച്ച് പേടിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ആങ്സൈറ്റി വരുന്നത്. ഈ നിമിഷം ഞാൻ നിങ്ങളോട് പറയാം, സംഭവിക്കാനിരിക്കുന്നതൊക്കെ നിങ്ങളുടെ സോളിൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയാണ്. അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങളുടെ സോളിന് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതൊരു നല്ല കാര്യമല്ലേ? ആ നല്ല കാര്യത്തിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരു കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചാൽ പോരെ? അതല്ല നമ്മുടെ നാളെ, നമ്മുടെ സോളിന് വേണ്ടി, നമ്മുടെ സോളിൻ്റെ എവല്യൂഷനുള്ള, നമ്മുടെ സോളിന് വേണ്ടിയുള്ള നല്ല നല്ല കാര്യങ്ങളല്ലേ നാളെ വരാനിരിക്കുന്നത്. അതൊരിക്കലും ഇമ്പെൻഡിങ് ഡേഞ്ചർ അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഇൽ സിറ്റുവേഷൻ അല്ലല്ലോ. നമ്മൾ എന്ന് ആ ഒരു റിയലൈസേഷനിലോട്ട് വരുന്നു, അന്ന് നമുക്ക് ആങ്സൈറ്റീനെ മറികടക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും കാലം നമ്മളെ കീഴടക്കിയ ആങ്സൈറ്റീനെ നമുക്ക് കീഴടക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ് എന്ന് എല്ലാ ദിവസവും പറയുന്നവരല്ലേ നമ്മൾ. പിന്നെ എന്തിനാണ് നമ്മൾ ആങ്ഷ്യസ് ആവുന്നത്? നാളെ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ സോളിൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയുള്ളതായിരിക്കും. എൻ്റെ ഉറപ്പ്, എൻ്റെ അനുഭവങ്ങളാണ് എന്നെ അത് പഠിപ്പിച്ചത്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.